നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. കാഴ്ചകളിൽ വൈവിധ്യത്തിന്റെ വസന്തവുമായി എത്തുന്ന, ചിന്തകളിൽ നന്മകളുടെ പൂക്കാലം സൃഷ്ടിക്കുന്ന ജീസസ് കിഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒത്തിരി വീഴ്ചകൾ നമുക്കുണ്ടാകുമ്പോൾ അതെല്ലാം ജീവിത വിജയത്തിനുള്ള പാഠങ്ങളാണെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ വീണ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാതെ പാഠപുസ്തകങ്ങൾ എഴുതി വെക്കുക. അതെന്തിനാ? ബ്ലസ് ചേച്ചിയല്ലേ പറഞ്ഞത് വീണ് കഴിഞ്ഞാൽ അത് പാഠമാക്കണമെന്ന്? ബിലിൻ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന പരാജയങ്ങളും ബുദ്ധിമുട്ടുകളുമാ. അത് നേരത്തെ പറയണ്ടേ? ദേ കേട്ടല്ലോ, ഇനി ശരിക്കും വേണം ഇതിൽ നിന്നൊന്നും പഠിക്കണ്ടോ? ശരിയല്ലേ ബ്ലസ് ചേച്ചി? ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. അതെ, നമ്മുടെ കൂട്ടുകാരവിടെ ബഹളം വെക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. കാട്ടിലെ കൂട്ടുകാർ. പരീക്ഷ കഴിഞ്ഞോ? സാറിന്റെ അടുത്ത് കപിലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? പപ്പീസ് എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ? തിരുസഭയുടെ കൽപ്പന പറഞ്ഞതിൽ കുറച്ച് മാറ്റമുണ്ട്. ഓ, എങ്ങനെയോ കഴിച്ചിലായി എന്ന് പറഞ്ഞാ മതി. അച്ഛനെ കാണുമ്പോൾ തന്നെ പേടിയാകും. പിന്നെ എങ്ങനെയാ ഉത്തരം പറയുന്നത്? ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ കപിൽ ഇപ്പൊ വരും. അവൻ പറഞ്ഞിട്ടാ പോയത് അടുത്ത വർഷം വേദപാഠത്തിന് അവൻ ഇവിടെ തന്നെ ഉണ്ടാകുന്നു. ആ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കഷ്ടമായിപ്പോയി. എനിക്ക് അറിയായിരുന്നു, മറന്നുപോയല്ലേ ഈശോയെ. പീലിയുടെ ഒരു സങ്കടം കണ്ടോ? വേദപാഠത്തിന് മുഴുവൻ മാർക്കും വാങ്ങണമെന്നൊന്നുമില്ല. വേദപാഠമല്ലേ, സ്കൂൾ പരീക്ഷയുടെ അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ ഇതിന് കൊടുത്തില്ല. അതുകൊണ്ട് ഇന്ന് പോരാൻ നേരത്തെ ഞാൻ പുസ്തകം തുറന്നു നോക്കിയത്. അയ്യോ, എനിക്ക് സ്കൂളിലെ പരീക്ഷയൊക്കെ പേടിയാ വേദപാഠത്തിന്. ഡാഡി ഭയങ്കര സ്ട്രിക്റ്റാ. പ്രാർത്ഥനയും വേദപാഠവും ഒക്കെ കഴിഞ്ഞിട്ട് മറ്റെന്തിനും പോകാവൂ എന്നാ ഡാഡി പറയുന്നേ. ഡാഡിയുടെ പാരന്റ്സിന്റെ പ്രാർത്ഥനയാ ഇന്ന് ഡാഡിയെ ഇത്രയും വലിയൊരു ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നതെന്ന് എപ്പോഴും ഡാഡി പറയും. പീലിയുടെ ഡാഡിയെ സമ്മതിക്കണം. എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നതാ, എന്നാലും എപ്പോഴും ചിരിച്ച് വർത്താനം പറഞ്ഞ്. എന്റെ പാരന്റ്സും പീലിയുടെ ഡാഡിയെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഡാഡിയെ ഒത്തിരി പ്രാർത്ഥിക്കും, അതാ ഡാഡിയുടെ വിജയരഹസ്യം. അച്ഛന്മാർക്ക് കുർബാന ചൊല്ലിയാ പോരെ, ഒരു വേദപാഠം പഠിപ്പീര്. പരീക്ഷ എളുപ്പമായിരുന്നോ? വെറുതെ ഓരോന്ന് ചോദിക്കരുത്. ഈ വേദപാഠം പരിപാടി ഞാൻ നിർത്താൻ പോവുകയാണ്. അച്ഛന്മാർക്ക് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് കുറെ നേരം കുട്ടികളെ പിടിച്ചിരുത്തുന്നു. അല്ലാതെ പറയുന്നത് എന്ത് പറ്റി? സാറ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാ പെട്ടെന്ന് അച്ഛൻ വന്നത്. അച്ഛനെ കാണുന്നതേ എനിക്ക് പേടിയാ. ഇന്നാള് പള്ളിയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ എന്തോരം വഴക്ക് പറഞ്ഞു എന്ന് അറിയാമോ? അതൊക്കെ എത്ര കാലം മുമ്പാ. എന്നാലും എനിക്കിപ്പോ വൈദികരെയും സന്യസ്തരെയും ഒന്നും ഇഷ്ടമല്ല. അയ്യോ കപിലേ, അങ്ങനെയൊന്നും പറയല്ലേ. അവര് ദൈവത്തിന്റെ സ്വന്തം അല്ലേ, അവരെ നമ്മൾ സ്നേഹിക്കേണ്ടതല്ലേ.
ഓ, സ്നേഹിക്കാൻ പറ്റിയ ബെസ്റ്റ് പാർട്ടീസ്. അവര് പാവല്ലേ, നമുക്ക് വേണ്ടിയല്ലേ അവര് ജീവിക്കുന്നത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ. അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെ സമർപ്പിതരെന്നാ പൊതുവെ പറയുന്നത്. ഓ, അതിനിപ്പോ എന്താ? അവരവരുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചവരാ. അവരുടെ എല്ലാ സന്തോഷങ്ങളും നമുക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചവർ. അവരെ നമ്മൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമെന്നാ മമ്മ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എന്നും വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്കിപ്പോ മറ്റൊന്നും പറയാനില്ലേ? എനിക്ക് അവരെ കുറിച്ച് കേൾക്കുന്നതേ ഇഷ്ടമല്ല. ആ, അയ്യോ കബി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് പാവമല്ലേ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. അല്ല കപിലേ, നീ എന്തിനാ ഇങ്ങനെ അവരോട് ദേഷ്യം പിടിക്കുന്നത്? കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ നമ്മളെ പഠിപ്പിച്ചത് അവര് ബഹുമാനിക്കണം എന്നൊക്കെയല്ലേ? അതൊക്കെ ശരിയാ, എന്നാലും സാവൂൾ രാജാവ് ദാവീദിനെ വധിക്കാൻ ശ്രമിക്കുമ്പോഴും കർത്താവിന്റെ അഭിഷിക്തനാണ് സാവൂൾ രാജാവ് എന്നറിയാമായിരുന്ന ദാവീദ് അദ്ദേഹത്തെ കൊല്ലാതെ പല പ്രാവശ്യം പിന്മാറിയതിനെ കുറിച്ചൊക്കെ ഓർക്കുന്നില്ലേ? ശരിയാ മോട്ടു, നീ ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട്. എന്നാൽ ഒന്നുകൂടെ പറ പീലി. കഴിഞ്ഞ ദിവസേ ബൈബിള് വായിച്ചപ്പോ 1 ദിനവൃത്താന്തം 16:22 ഇങ്ങനെ കണ്ടു: എന്റെ അഭിഷിക്തരെ തുടരുത്, എന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത് എന്ന്. അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും മാത്രമേ നാം ചെയ്യാൻ പാടുള്ളൂ എന്ന്. ജീവിതം മുഴുവൻ അതിന്റെ എല്ലാ സന്തോഷങ്ങളും വേദനകളും ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചവരാ അവര്. നമ്മുടെ വീട്ടിലുള്ളവരെ നാം കുറ്റപ്പെടുത്തുകയോ വെറുക്കുകയോ ചെയ്യാത്തതുപോലെ എല്ലാ സമർപ്പിതരെയും നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പീലി, നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. അത് മാത്രം പോരാ, കുട്ടികളായ നമ്മൾ വിശുദ്ധരായ ധാരാളം വൈദികരും സന്യസ്തരും ഉണ്ടാകാനായി പ്രാർത്ഥിക്കുക കൂടി വേണം. എങ്കിൽ നമുക്ക് പോകാം. അടുത്ത ഞായറാഴ്ച കാണാം. അതുവരെ നമ്മുടെ വികാരിയച്ഛന് വേണ്ടിയും സിസ്റ്റേഴ്സിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കും. കപിലേ, നമുക്ക് പോവാ, ഞാനുണ്ട് നിന്റെ കൂടെ. ബാഗ് എടുക്കാൻ മറന്നുപോയോ? പത്രം വായിച്ച് തല ചുറ്റും. എന്താ ഗംഭീർ? അല്ല, പത്രം വായിച്ച് കഴിയുമ്പോഴേ മനസ്സിനാകെ ഒരു വിഷമാ. ശരിയാ, മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഃഖകരമായ വാർത്തകളാ ദിവസവും പുറത്തു വരുന്നത്. നമ്മുടെ കാട്ടുഭരണത്തിനായി പ്രവർത്തിക്കുന്നവരെ കൊണ്ട് ഒരു രക്ഷയുമില്ലാത്തത്. നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടതാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കൊരു ഉപകാരം കിട്ടണമെങ്കിൽ ഇലക്ഷൻ ആവണം. അതൊക്കെ ശരിയാ. ഇലക്ഷൻ കാലത്ത് ഇവരുടെ സ്നേഹം കണ്ടാലുണ്ടല്ലോ, നമ്മൾ അറിയാതെ വോട്ട് കൊടുത്തു പോകുന്നേ. ജയിച്ചു കഴിയുമ്പോഴാ അവര് പിന്നെ നമ്മൾ അറിയേ നിങ്ങള് മീൻ പിടിക്കാ? എന്തോ വലിയ ചർച്ചയും നടക്കുന്നുണ്ടല്ലോ. ഓ, നമ്മുടെ കാട്ടുഭരണ പ്രവർത്തകരെ കുറിച്ച് പറയുകയായിരുന്നു. എന്തേ അവരെ കുറിച്ച് പറയാൻ? ഒന്നുമില്ല, പത്രം വായിച്ചിരുന്നപ്പോ ഓരോന്ന് പറഞ്ഞു പോയതാ. എലക്ഷൻ അടുത്ത് വരുമ്പോ വലിയ വലിയ പ്രഖ്യാപനങ്ങളുമായിട്ട് അവരിങ്ങോട്ട് വരും. അത് കഴിയുമ്പോ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലാന്ന് പറയുന്നത് പോലെയാവും അവരുടെ കാര്യം. എന്ത് ചെയ്യാനാ? ഇനിയെങ്കിലും ഒരു നല്ല നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ. അതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ എന്താ അവകാശം? നമ്മൾ തന്നെയല്ലേ അവരെ ഇലക്ട് ചെയ്യുന്നത്. അത് ഇലക്ഷന് മുമ്പുള്ള അവരുടെ സ്നേഹം കാണുമ്പോ. അങ്ങനെ നമ്മൾ പറയരുത്. കാരണം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു: ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയരായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് എന്ന്. നമ്മളല്ല, ദൈവം തന്നെയാണ് നമുക്ക് അധികാരികളെ നൽകിയിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി നമ്മളോട് വചനം പറഞ്ഞു തരുന്നുണ്ടേ. ഓ, ഇത്രയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല കേട്ടോ. അപ്പൊ ഇനി മുതൽ അധികാരികളെ നിന്ദിച്ച അത് ദൈവനിന്ദയ്ക്ക് തുല്യമായിരിക്കല്ലേ? സ്കൂളിൽ വെച്ച് അധ്യാപകരെയൊക്കെ എത്രയോ വട്ടം കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഈ വചനമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തെറ്റുപറ്റില്ലായിരുന്നു. ഇനി ഞാനും മോട്ടുവിനെ പോലെ ബൈബിൾ വായിക്കും. എന്തെല്ലാം കാര്യങ്ങളാ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ബൈബിൾ വായിക്കണം. ഞാനും എല്ലാ ദിവസവും ബൈബിൾ വായിച്ച് കൂടുതൽ നന്നായി ജീവിക്കും. ഇത്രയും നേരം ഇരുന്നിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. കപിലെ, സാരില്ല, മീനിനേക്കാൾ വിലപ്പെട്ട പുതിയൊരു അറിവ് നമുക്ക് കിട്ടിയില്ലേ? അത് ശരിയാ. അല്ല മോട്ടു, നീ വരുന്നോ? നമുക്ക് തിരിച്ചു പോകാം. ഈ വെക്കേഷനിൽ ഞാൻ മാത്രമേ ഉണ്ടാകൂ. എവിടെയും പോകാതെ, ഒരു എൻജോയ്മെന്റും ഇല്ലാതെ. ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ച ആ മോട്ടുവിനെ വിളിച്ചത്. അന്നേരം
അവൻ ആന്റിയുടെ വീട്ടിൽ പോവാണത്രേ. ഒരു മാസം കഴിഞ്ഞേ വരുള്ളൂ. എന്റെ മാത്രം ഒരു ഗതികേടായത്. എനിക്കെന്തെങ്കിലും വേണമെന്ന് എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ മമ്മി പറയും, മോനെ ഡാഡിയുടെ കയ്യിൽ പണമുണ്ടോ? ഡാഡിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ ചികിത്സയ്ക്കും മറ്റുമുള്ള പൈസ കടം മേടിച്ചിട്ടല്ലേ കഴിയണതെന്നൊക്കെ. വല്ലായ്മ കിട്ടും, മടുത്തു. എൻ്റെ കൂട്ടുകാരൊക്കെ എത്ര ഭാഗ്യമുള്ളവരാ. അവരെന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന പേരൻസ്. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാവരും അവിടെയും ഇവിടെയും പോയതിൻ്റെ വിശേഷം പറയും. ഞാൻ മാത്രം. അവരൊക്കെയാ ശരിക്കും ഭാഗ്യമുള്ളവർ. എല്ലാ പേരൻസും അവരുടെ മക്കളെ സ്നേഹിക്കുമെന്നൊക്കെ ചുമ്മാ പറയുന്നതാ. സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് സാധിച്ചു തരില്ലായിരുന്നോ? ഓ, സ്കൂൾ തുറക്കണ്ടായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മാത്രം. നീ എന്തെടുക്കയാ? ഡാഡിക്ക് കുറച്ച് മരുന്ന് മേടിച്ചോണ്ട് വാ. അതിന് പൈസയോ? പൈസ ഇല്ല, അതുകൊണ്ട് ഇന്നത്തേക്കുള്ളത് മാത്രം മേടിച്ചാ മതി. നാളത്തേക്ക് എന്ത് ചെയ്യും എന്റെ കർത്താവേ? നല്ല പൈസയുള്ള സ്നേഹമുള്ള മാതാപിതാക്കന്മാരുള്ളവരൊക്കെ എത്ര ഭാഗ്യമുള്ളവരാ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന നല്ല മാതാപിതാക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ. എന്റെ അമ്മോ. പീലി, ഒന്ന് വേഗം ഇറങ്ങി വാ. എന്തൊരു തിരക്കാ. ടൗണിൽ പോയിട്ട് നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അത് ശരിയാ. ദേ തേടിയ വിളി കാല് ചുറ്റി. ആരാ വരുന്നതെന്ന് നോക്കിയേ. ഗംഭീരാകെ ടെൻഷനിലാണല്ലോ. എന്തൊക്കെയോ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്ത് പറ്റി? ചോദിക്കാം. ഗംഭീരേ, എങ്ങോട്ടാ? എന്താ നീ ആകെ വിഷമത്തിലാണല്ലോ. ഓ, വീട്ടിലേക്ക് മരുന്ന് മേടിക്കാൻ പോവാ. ഗംഭീറിന് എന്താ പറ്റിയത്? ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഒന്നുമില്ല കപിൽ, ഞങ്ങള് ഗംഭീറിനെ അന്വേഷിച്ച് വരികയായിരുന്നു. ദേ ഇത് കണ്ടോ, പുതിയ ബാഗ്. കപിലിന്റെ കയ്യില് ബോളും ഉണ്ട്. ഗംഭീർ, എന്താ ഇത് വാങ്ങി നോക്കാത്തെ? ഇഷ്ടായില്ലേ? ഗംഭീരേ, നീ പറ, എന്താ എന്താ നിനക്ക് പറ്റിയത്? നിങ്ങളുടെ പേരൻസിനൊക്കെ പൈസ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടും. എനിക്കൊന്നും ആശിക്കാൻ ഭാഗ്യമില്ല. എന്റെ ഡാഡിക്കും മമ്മിക്കും എന്നും രോഗ. ഭാഗ്യമില്ലാത്തത് എന്റെ ജന്മം. നിങ്ങളുടെ പേരൻസിനെ പോലെ നല്ല പേരൻസിനെ എനിക്ക് കിട്ടിയത്. എന്തൊക്കെയാ ഗംഭീരേ നീ പറയുന്നത്? ഗംഭീറിന്റെ ഡാഡി പാവല്ലേ? എന്തോരം കഷ്ടപ്പെട്ടാ നിന്നെ വളർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഗംഭീറിന്റെ മമ്മിയെ കണ്ടു. പാവം കരയായിരുന്നു. നിന്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരാൻ അവർക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഗംഭീറിനെ കാണാൻ വന്നതേ ബാഗ് കാണിക്കാൻ മാത്രല്ല, ഇത് ഗംഭീറിനെ തരാൻ കൂടി വേണ്ടിയാ. സത്യാണോ നിങ്ങൾ ഈ പറയുന്നത്? സത്യാണോ? സത്യം. മാതാപിതാക്കന്മാർ നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ആഴം അളക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ആഴിയുടെ ആഴം അളക്കാൻ നമുക്ക് സാധിക്കാത്തതുപോലെ അവരുടെ സ്നേഹവും അളക്കാൻ ശ്രമിക്കുന്നത് നിഷ്ഫലമാ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണേ എന്നത് മാത്രമാ ദൈവം നമുക്ക് നൽകുന്ന കൽപ്പന. അത് നമ്മൾ പാലിക്കുകയും വേണം. ശരിയാ. പ്രഭാഷകൻ 3:3 ഇങ്ങനെ പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്ന്. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് മാതാപിതാക്കന്മാരെ കൂടുതൽ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചിരുന്നില്ല കേട്ടോ. എനിക്ക് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടാത്തത് കൊണ്ട് അവർ എന്നെ സ്നേഹിക്കുന്നില്ലെന്നാ ഞാൻ കരുതിയത്. ഇനി ഒരിക്കലും അങ്ങനെ കരുതരുത്. അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവർക്കാവുന്ന വിധത്തിൽ നമ്മുടെ കാര്യങ്ങൾ അവർ നിറവേറ്റി തരുന്നു. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ നമുക്ക് അവരെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ കൂടുതൽ സ്നേഹിക്കണം. താങ്ക് യു പീലി, താങ്ക് യു. എന്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ എന്നെ സഹായിച്ചതിനും പിന്നെ ഈ ബാഗിനും. കഥകൾ കാഴ്ചയ്ക്കപ്പുറം ചില ചിന്തകളും നൽകുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ജീവിതത്തിലെ ചില സംഭവങ്ങൾ നമ്മെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഈ കഥകൾ പഠിപ്പിക്കുന്നുണ്ട്. കഥാ കാഴ്ചകൾക്ക് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് അരങ്ങിലെ ഉത്സവമാണ്. അതെന്താ പ്ലസ് ചേച്ചി? അതോ, ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന കലോത്സവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ചില കലാരൂപങ്ങൾ. ആഹാ, അത് കൊള്ളാലോ. നമ്മുടെ കേരള സഭയിലെ കൊച്ചു കലാകാരന്മാരുടെ കിടിലൻ പരിപാടി നമുക്ക് കാണാം. ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന കലോത്സവം.
ഏറ്റമേറ്റമരുൾ ശ്രീരംഗരങ്ങിൽ വന്നേ ബാലരാകുന്ന ഞങ്ങൾ ഇന്ന് അടിപ്പാടി കളിക്കുമ്പോൾ വാളിനും ഹോയ് പരിചയ്ക്കും ഹോയ് വന്നൂരു വരം നൽകണേ ഗുരുവേ ഉണ്ണിമിശിഹായി കളിയാടുവാൻ തുണ ചെയ്യണേ അടവ ചുവടും പയറ്റി ഞങ്ങളെ കളി തുടങ്ങട്ടെ ഗുരുക്കളേ എടുനാട്ടും കീർത്തി കേട്ട വിളങ്ങണ്ണി പള്ളി തന്നിൽ ബമോടെ വണരുളും അമ്മ മാതാവേ ഏതുകതേ ബമോടെ വണരുളും അമ്മ മാതാവേ ഏതുകതേ നിന്റെ നാമം സ്തുതിപ്പാനും നിന്റെ നാമം വന്നിപ്പാനും കാരുണ്യം നൽകിയിടണേ അമ്മേ മാതാവേ ഏതുകതേ കാരുണ്യം നൽകിയിടണേ അമ്മേ മാതാവേ ഏതുകതേ എടുന്നെല്ലാം കോടാകോടി വെടിമഞ്ചൽ പഞ്ചമേളം മുതിരത്ന കൂട പീഡിച്ചെഴുന്നള്ളും നേതുകതേ മുതിരത്ന കൂട പീഡിച്ചെഴുന്നള്ളും നേതുകതേ എഴുന്നള്ളത്തോടുകൂടി പടിഞ്ഞാട്ടോ തിരിയുമ്പോൾ കുരിശിനു വല്ലം വെച്ച് കുമ്പിടും നേതുകതേ കുരിശിനു വല്ലം വെച്ച് കുമ്പിടും നേതുകതേ പച്ചനെല്ല് പാതിരി കൊത്തി പറക്കുമ്പോൾ കേളി തത്തേ നീ ചെന്നൊരു പുന്നാരം ആ കളരി കണ്ടേ താളം നീ ചെന്നൊരു പുന്നാരം ആ കളരി കണ്ടേ താളം കളരെയും കണ്ടേ ഞാനും ഗുരുവീരെ കണ്ടേ നാഥൻ പതിവായ ഗുരുവിന്റെ ചമയം കണ്ടേ താളം പതിവായ ഗുരുവിന്റെ ചമയം കണ്ടേ താളം താത്തയ്യ തക തക തരികിടായി റോമദേശം വാണരുളും ധീരനായ യോധാവേ വാഴ്ത്തിടുന്നു നിന്നെ ഞാൻ റോമദേശം വാണരുളും ധീരനായ യോധാവേ വാഴ്ത്തിടുന്നു നിന്നെ ഞാൻ എന്നുമെന്നു തന്നെ കാഴ്ചയ്ക്കായി കന്യകെ നൽകുവാനായി കൽപ്പിച്ചു ക്രൂരനായ സർപ്പത്തിന്റെ കൽപ്പന പാലിച്ചൊരു രാജാവ് തന്നെ മകളെ തന്നെ സർപ്പത്തിനായി കാഴ്ചയേകി കണ്ണീരൊഴുക്കിയ രാജാവിൻ പുത്രിയോ ദൈവത്തെ വിളിച്ച ശേഷം യാത്ര തിരിച്ചു താത്തയ്യ തക തക തരികിടോ കുയിലോ ഇനമൊരു മാതാന്റെ മുൻപന്ത അളിനമൊരു മാതാന്റെ മുൻപന്ത ഇന്താ തരികിടതും വായിന്ത മയിലോ കുയിലോ ഇനമൊരു മാതാന്റെ മുൻപന്ത അളിനമൊരു മാതാന്റെ മുൻപന്ത ഇന്താ തരികിടതും വായിന്ത മാമരെ തെളിയില്ലൊല്ലിലും അടിയത്തൊരു ചീത്തിര നൊടിയിത്തിടും വിടാതെ നീന്ത ഇണുത്തമ നീന്ത ജണുതമ നിമപമ സരിഗമ സരിഗമ പദ നിസ സക്കുടി കൊടുക്കുടും സക്കുടി കൊതുകൃതം തകർദാം തകർജണു തികർദാം തികർജണു തകർദം തകർദ തീർദം തീർദ തകാഞ്ചിര പാദ തിരദന്തോ താത്തയ്യ തക തക തരികിട തായിന്താ തരികിടതും എന്താലി താനെ തനരംഗാതിൽ വന്നേതേ മുമ്പിൽ വിളക്കു വെച്ചതായി വിടയൊരാള് നല്ല പരിച കളിച്ചത് വന്തലി താനെ തനരംഗാതിൽ വന്നേതേ മുമ്പിൽ വിളക്കു വെച്ചതായി വിടയൊരാള് നല്ല പരിച കളിച്ചത് എന്റെ ഗുരുക്കൾ അവരാണേതു ബാലകന്മാർ പരിച കളിച്ചത് ചട്ടമൊരുങ്ങി ഞങ്ങൾ വന്നേതോ മലയാറ്റൂർ മലയും കയറി ജനകോടികൾ എത്തുന്നേ അവിടുത്തെ തിരുമുടി കാണാൻ വരുന്നുണ്ട് മുത്തപ്പോ പൊന്നിൻ കുരിശി മുത്തപ്പോ പൊന്മലകേറ്റം മുത്തപ്പോ പൊന്നിൻ കുരിശി മുത്തപ്പോ പൊന്മലകേറ്റം മുത്തപ്പോ തീരാത്ത വ്യാധികൾ മാറ്റി മാറാത്ത ദുഃഖമകറ്റി അടിയങ്ങൾക്ക് അഭയം നൽകൂ പൊന്നിൻ കുരിശി മുത്തപ്പോ പൊന്നിൻ കുരിശി മുത്തപ്പോ പൊന്മലകേറ്റം മുത്തപ്പോ പൊന്നിൻ കുരിശി മുത്തപ്പോ പൊന്മലക മുത്തപ്പോ താത്തയ്യ തക തക തരികിടാൻ പുതുപ്പള്ളി തന്നിൽ വാഴുന്ന ഗീവർഗീസെ പാൽവണ്ണ കുതിരയിലേറി നാട്ടിനായി പോയൊരു സമയം ആ നാട്ടിൽ ഉള്ളൊരു സർപ്പം നാട്ടാരെ ഭീതിയിലാട്ടി നാരികളെ കൊന്നൊടുക്കി പെരുമ്പാമ്പ് വാഴും കാലം ദൈവാനുഗ്രഹത്താലെ സഹതായും വന്നടുത്തു വളറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി കണ്ടുടനെ സഹതാരാജൻ കൊണ്ടാടി പുഞ്ചിരി തൂകി ശൂലമേടുത്തു കുത്തെ സർപ്പത്തിൻ വായ പിളർന്നു വാളൂരി വെട്ടിനുറുക്കി സർപ്പത്തെ തുണ്ടമാക്കി മാതാവേ സഹതായേ മാനവ ഗുണം ചെയ്യണമേ മാതാവേ സഹതായേ മാനവ ഗുണം ചെയ്യണമേ താത്തയ്യ തക തക തരികിടാ പഞ്ചവർണ്ണങ്ങൾ തെളിഞ്ഞുള്ള തായ പഞ്ചവർണ്ണ കിളി വന്നരുൾ ചെയ്തേ പഞ്ചസാര പാലും തേനും കുളവും
നെഞ്ചാകെ തന്ന കഥകൾ ചൊല്ലാം തത്തമ്മയ്ക്കോത്ത പോൽ ഭോജനമേകി തത്ത പൂജിച്ചു പറഞ്ഞു തുടങ്ങി മാരിൽ ചെറിയവനെ എൻ മകനെ കണ്ടു പാരമേറും കുരിശുമരം ചുമന്നു പോണത് കണ്ടു ചോരയാല് വിയർത്ത മുഖം തുടിച്ചു പോണത് കണ്ടു ചോര പോയ വഴിയെ നോക്കി തേടിപ്പോയോരമ്മേ വെറോനിക്ക എന്ന സ്ത്രീയും തിരുമുഖത്തെ തുടച്ചു തിരിച്ചായ മതിൽ പതിച്ചു മുഖമടച്ചു മുത്തി നിന്ന കരുണയുള്ള കടവുളെ ഞാൻ എന്നും പാതി നമ്പി എനിക്കായി കുരിശിൽ തൂങ്ങിയ നാഥനെ ഞാൻ കണ്ടേ എനിക്കായി കുരിശിൽ തൂങ്ങിയ നാഥനെ ഞാൻ കണ്ടേ ഓ താത്തയ്യ തക തക തരികിടായി പരാപരന്റെ യാഗമാനം കത്തുപോരും യഹൂദരിൽ നീ ജാതനായി കത്തുപോരും യഹൂദരിൽ നീ ജാതനായി ഇത് മണ്ണിൽ ഉടയവന മൽപിതാവേ അന്നു നിന്നെ അറിഞ്ഞതില്ല നീചരെയും അന്നു നിന്നെ അറിഞ്ഞതില്ല നീചരേ അത്ഭുതമില്ലല്ലം അതിന അന്നഹോ കാണത് മകിലം ആയതു മൂർത്തില്ലെന്നല്ല അക്രമാരു എന്നവർ ദേവാനിയോദർ വന്നു മാലകയുണർത്തിച്ചു മച്ചി എന്ന മറ്റൂത് ഗിബ്രിയേലിൻ കൽപ്പനയാൽ പുത്രനവൻ പിറന്നിടണം പേരു തന്റെ പിതാവിനോട് അറിയിച്ചു അക്ഷയത്തിൽ മലകതരണമെന്ന് എഴുതി കാണിച്ചതിന്മയോഗൻ നന്മച്ചൻ ഉടനവനതു കണ്ട് സംസാരങ്ങളുമാനം യോഗന്നാന്റെ വാർത്തയൊന്നു കേൾക്കുമെങ്കിൽ കാണാനങ്ങൾ വാസമ കൈകനികളാകാരമായി വെട്ടുകിളിയും കാട്ടൂത് പട്ടണമാ പുണ്യമാണ് ഒട്ടകരമാവുമാണ് വസ്ത്രമാവൻ ധരിച്ച കേട്ടു പല ജനങ്ങൾ ഓടി തന്റെ കാറ്റുവെട്ടിൽ 8 പേർക്ക് സംശയങ്ങൾ കർത്താവാണ് ഇവനെന്ന് സ്ഥാനമേറ്റ ജനങ്ങളെ സംഖ്യമില്ലാതൊരു കുട്ട് എന്നെക്കാൾ വലിയവൻ വരുന്ന പിന്നാലെ അവനുടെ ചെരിപ്പിൻ വാരാഴിപ്പാൻ ഞാൻ യോഗ്യനല്ല ഞാൻ സ്നാനമേറ്റുടെ പ്രാവു തന്നിൽ ആവസിച്ചു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനെ കൈകൊള്ളുക ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനെ കൈകൊള്ളുക വേണം കേരള നാട്ടില് ഞാൻ ചുറ്റിയ സഞ്ചാരം 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 വിജയരും പരിമല കാർത്തിയ പള്ളി പുളുങ്ങുന്ന കാവലം കർമാപ്പള്ളി അയ്മനം കൊമ്മനം വേളൂച്ചൻ പൊൻകുന്ന പല വട്ടക്കം പറവരികിട തന്താനെ തരികിട തന്താനെ കേരള നാട്ടില് ഞാൻ ചുറ്റിയ സഞ്ചാരം കേരള നാട്ടില് ഞാൻ ചുറ്റിയ സഞ്ചാരം തത്രതെന്തോ താത്തയ്യ തക തരികിടത്തോ ദൈവത്തിൻ വചനങ്ങൾ താളുമറിക്കുമ്പോൾ നിങ്ങൾക്കും കാണാമേ മക്കബായ അന്തിയോക്കോസ് വരുന്നേ ഏലയ്യാ ഏലയ്യാ എത്തിഫാനോസ് വരുന്നേ ഏലയ്യാ ഏലയ്യാ ദൈവത്തെ മാറ്റി നിർത്തി രാജാവാം നീതന്മാർ സേവൂസ് ദേവനെ തൊഴണത് കണ്ടോടി ഇത് യഹൂദർ കാണാനായി രാജാവിന്റെ പുറപ്പാട് ഒരമ്മയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശ്വാസദീപ്തിയാൽ മക്കളെ അമ്മ രക്തസാക്ഷിയാക്കി ധീരമായവൾ പ്രാണഭയമൊന്ന് നോക്കാതെ അവളൻ ദൈവമെന്നു കരുതിയൊരമ്മ ദൈവത്തെ മറക്കാത്ത 7 മക്കൾ ദേവനെ തൊഴുതു വണങ്ങാത്ത ദൈവത്തെ സ്നേഹിക്കും പൊന്മക്കളും അമ്മ തൻ കുടിലിൽ അത്താഴമുണ്ടുറങ്ങി അവരാമോദമായി ഉറങ്ങി വിശ്വാസതീഷ്ണയാം അമ്മയോ ഗ്രീക്കിലെ രാജാവ് ക്രുദ്ധനായി യഹൂദ വിശ്വാസം തല്ലി തകർക്കുവാൻ ഘട്ടം കൂട്ടിയെന്ന് അന്തിയോക്കസ് കുതികുത്തി വന്നൊരു കൂരനവൻ മന്നുവൻ കൂത്തവനെ കണ്ടതും ചട്ടം കെട്ടി തടഞ്ഞു നിന്നു
കളിക്കിടയിൽ നേരം അമ്മതൻ കൺമുമ്പിലുള്ള മൂത്ത പുത്രനെ കൈകാൽ കെട്ടി നാവ് പിഴുതെടുത്ത് ആ മരവട്ടിയിലിട്ട് ചുട്ടുകരിച്ചു. ഇടനെഞ്ച് പിടഞ്ഞവൾ കരഞ്ഞു പാവം അമ്മ ദൈവത്തെ മനസ്സിൽ കുടിയിരുത്തി. ധീരതയോടമ്മ ഉറച്ചു നിന്നു. അമ്മയെ കൊല്ലാൻ അവസാന തന്ത്രം. മക്കളിൽ ഒരാളും സേബുസ് ദേവനെ തൊഴുതില്ലത്രേ. സാധു ആ മക്കളെ തലവെട്ടാൻ വിധിയായത്രേ. പിടിവാദമില്ലാതെ വിചാരണയില്ലാതെ ഉടനടി ശിക്ഷ നടന്നു. അവരുടെ നാവുകൾ പറിച്ചെടുത്തു. ദേഹം വറച്ചട്ടിയിൽ വീണു കരിഞ്ഞു പോയി. മരണം വരിച്ചവരെയും ദൈവത്തിനോമന മക്കൾ ഇതുകൊണ്ടൊന്നും അരിശമടങ്ങാത്ത അന്തിയോകോസ് വീണ്ടും ഒരാജ്ഞയായി. തള്ളയുടെ നാവ് പിഴുതെടുത്ത് ശിരസിലെ ചർമ്മം വലിച്ചൂരി വറച്ചട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. സ്നേഹമാം ദേഹം ചുട്ടുകരിക്കുന്നു. സൃഷ്ടാവാം ദൈവത്തെ സ്നേഹിച്ച തെറ്റിന് മണ്ണിലും മലയിലും കല്ലിലും ഉള്ളിലും വാടണയേകണേ ദൈവാത്മാവേ. കാണുമോ നീത് അമ്മയും മക്കളും വിശ്വാസദീപ്തിയാൽ മരണമടഞ്ഞ കഥ. അറിഞ്ഞിടുവിൻ നമ്മൾ തൻ മനതാരിൽ സ്നേഹമൊരു പുൽനാമ്പായി മുളയെടുക്കും. ഇനി അത് വളർന്നൊരു വിശ്വാസ വൃക്ഷമാകും. വിശ്വാസം മുറുകെ പിടിച്ചോരമ്മ മഹതിയായി മാറിയ യഹൂദപുത്രി. മരിച്ചാലും ദൈവത്തെ സ്നേഹിക്കാൻ ചൊല്ലിയ അമ്മ തൻ നന്മയെ ഓർക്കുക നമ്മൾ. ആ അമ്മ തൻ മാതൃക അനുകരിച്ചിടുമ്പോൾ നമ്മളും ദൈവത്തിൻ പ്രിയ മക്കൾ. ദൈവത്തെയല്ലാതെ അന്യരെ വാഴ്ത്തുമ്പോൾ ദൈവിക ശിക്ഷയ്ക്കായി പ്രാപ്തരാകും നമ്മൾ. ദൈവിക ശിക്ഷയ്ക്കായി പ്രാപ്തരാകും. ഇതൊരു തുടക്കം മാത്രം. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ കലോത്സവ പരിപാടികൾ വരും നാളുകളിൽ തുടരും. മിഷൻ ലീഗിലെ അംഗങ്ങൾ കൂട്ടുകാരുടെ പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായം ജീസസ് കിഡ്സുമായി പങ്കുവയ്ക്കുക. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV പെരുവണ്ണാമൂഴി PO കോഴിക്കോട് പിൻകോഡ് 673528. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം ആശംസിച്ചുകൊണ്ട് ആരോഗ്യവും സമാധാനവും നേർന്നുകൊണ്ട് ബൈ.